നിന്റെ ചേച്ചിയെ നമുക്ക് വലിയ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അമിതാഭ് ബച്ചൻ മതിയോ? എടാ അതല്ല, അതിലും വലുത് പിന്നെ ഡയഗ്നോസല്ലേ ഉള്ളൂ. എടാ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ നല്ല ആരെങ്കിലും ഉണ്ട്. അച്ഛാ എന്താ മോളെ? അനുഗ്രഹിക്കണം അച്ഛാ. അനുഗ്രഹമൊക്കെ എന്നും കൂടെ ഉണ്ടാവും. ഇവനെ അനുഗ്രഹിക്കണം അച്ഛാ. ഇവനാരാ? ഞാൻ അച്ഛന്റെ പുതിയ മോനില്ലോ. എനിക്കതിന് മോനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനാരാ? എടാ നീ അല്ലേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല. നീ ആരാടാ? ഈ വർഷം ഞാൻ വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്ന ആളാ. ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അങ്ങനെ കണ്ടവന്മാർക്കൊന്നും കെട്ടിച്ചു കൊടുക്കാനുള്ളതല്ല എന്റെ മോള്. അവൾ അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. ഞാനും തന്നില്ലാത്തവനാ. എനിക്കും തന്നില്ല. നിനക്കാടാ തന്നില്ലാത്ത? അപ്പൊ താനാരാ? ആട്ടെ, എന്താ ഇവന്റെ ജോലി? ഇപ്പൊ ജോലിയില്ല. ഓക്കെ, പിന്നെയോ? പിന്നെയല്ല, ഇതിനു മുമ്പ് ജോലി ഉണ്ടായിരുന്നില്ല. ജോലിയില്ല. നിന്നെ പോലെ തന്റെ കൂട്ട് ഇവനെ ഞാൻ നോക്കിക്കോളാം. കിടിലൻ സ്വഭാവാ, നല്ല മനസ്സാ. സ്റ്റൈലൻ ശരിയാ. പെർഫെക്റ്റ്. ഈ ആഴ്ച തന്നെ കെട്ടിച്ചു വിട്ടോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേറെ ആളെയും കൊണ്ട് വരും. അതെ, കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നവനാണെങ്കിൽ ഒരു കഞ്ചാവ്. ഇവനെ കണ്ടിട്ട് ഒരു മെനയൊക്കെ ഉണ്ട്. നല്ല ഗുണമുണ്ടോ എന്താ? ഇവൻ കുക്കിംഗ് ഒക്കെ ചെയ്യും. ആഹാ, നീ എന്തൊക്കെ വെക്കും? ഓംലെറ്റ്, പിന്നെ പിന്നെ ഡബിൾ ഓംലെറ്റ്, ആഹാ, ബുൾസൈ, ഫ്രഞ്ച് ഓംലെറ്റ്, ഫ്രഞ്ച് ബ്രെഡ് ഓംലെറ്റ്. ഏതോ വലിയ ഷെഫാണെന്ന് തോന്നുന്നു. പിന്നെ വിപ്രോയിലെയാ നല്ല കിടിലൻ ചോദ്യം ചോദിക്ക്. 4 പേർക്ക് ഉണ്ണാനുള്ള ചോറിന് എത്ര അരി ഇടണം? 4 പേർക്കുള്ള അരി. റൈറ്റ് ആൻസർ. യു ആർ അപ്പോയിന്റഡ്. നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അകത്തോട്ട് കയറിക്കോ മക്കളെ. ആ, അവിടെയാ കിച്ചൺ. നീ അവിടെ ഒരു വായിട്ടം കിടന്നോടാ മോനെ. അവിടെ ആയിട്ട് അത് നീ ബാങ്കുകാരോട് ചോദിച്ചു മേടിച്ചോ.